നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിരോധ വകുപ്പ് മന്ത്രി രാജ്നാഥ് സിംഗും BJPയും RSSും ഒക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. BJP ഭരണത്തിന്റെ കീഴിൽ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചിട്ട് സുഖിച്ചു വാഴാം എന്ന് ഒരാളും വിചാരിക്കേണ്ട എന്നതാണ്. അങ്ങനെ ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ഒരു ഖാലിസ്ഥാൻ ഭീകരന്റെ സ്വത്ത് ദേശീയ അന്വേഷണ ഏജൻസികൾ കണ്ടുകെട്ടിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പഞ്ചാബ് ഫിറോസ്പൂർ സ്വദേശിയായ രമൺദീപ് സിംഗിന്റെ സ്വത്തുക്കളാണ് NIA കണ്ടുകെട്ടിയത്. NIA കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഭീകരന്റെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയത്. ഇയാളുടെ വസ്തുവകൾ ഉൾപ്പെടെയാണ് കണ്ടുകെട്ടിയതെന്ന് NIA അറിയിച്ചു. ഡൽഹി NIA പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഏതാണ്ട് 4 ഏക്കറോളം വരുന്ന ഈ വസ്തു പഞ്ചാബിലെ ഫിറോസ്പൂർ ജില്ലയിലെ TB കലാനിലെ ജോഗ്നോദ് സിംഗ് ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഖാലിസ്ഥാൻ ലിബറേഷൻ ഫോഴ്സ്, ബബ്ബർ ഖൽസ ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ തുടങ്ങിയ ഭീകരവാദ സംഘടനകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് സ്വത്തുക്കൾ കണ്ടുകെട്ടിയിരിക്കുന്നത്. 2022 ഓഗസ്റ്റ് 20 രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായാണ് NIAയുടെ നടപടി. 2023 ജൂലൈ 27 NIA പ്രത്യേക കോടതി രമണിനെ പ്രഖ്യാപിത കുറ്റവാളിയായി പ്രഖ്യാപിച്ചത്. രമൺദീപ് സിംഗ് ഈ ഭീകര സംഘടനകളുമായി രാജ്യവ്യാപകമായി പ്രവർത്തിക്കുന്ന സംഘടിത ക്രിമിനൽ സംഘങ്ങളും തമ്മിലുള്ള ബന്ധം NIA അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതിർത്തിക്കപ്പുറത്ത് നിന്ന് ആയുധങ്ങൾ, വെടിമരുന്ന്, സ്ഫോടക വസ്തുക്കൾ എന്നിവയും ഇംപ്രവൈസ്ഡ് സ്ഫോടക വസ്തുക്കളും കടത്തുവാനുള്ള ശ്രമങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിരുന്നു. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ പഞ്ചാബ് മൊഹാലിയിൽ പ്രത്യേക കോടതിയുടെ നിർദ്ദേശപ്രകാരം യുണൈറ്റഡ് സ്റ്റേറ്റ് ആസ്ഥാനമായുള്ള നിരോധിത സംഘടനയായ സിഖ് ഫോർ ജസ്റ്റിസിന്റെ നേതാവ് ഗുർപത്വിൻ സിംഗ് പന്നൂന്റെ പഞ്ചാബിലെ അമൃത്സറിലെ ചണ്ഡീഗറിലെയും സ്വത്തുക്കൾ NIA കണ്ടുകെട്ടിയിരുന്നു. അമൃത്സറിലെ ഖാൻകോട്ട് ഗ്രാമത്തിലെ 46 കനാൽ കൃഷിഭൂമിയും ഛത്തീസ്ഗഡ് വീടിന്റെ 4/1 ഓഹരിയും കണ്ടുകെട്ടിയ സ്വത്തുക്കളിൽ ഉൾപ്പെടുന്നു. അമേരിക്കയും കാനഡയും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പന്നൂനെതിരെ ഇന്ത്യ വധശ്രമം നടത്തി എന്ന് ഈയിടെ അമേരിക്ക ആരോപിച്ചിരുന്നു. ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകം നടന്നതും ഇത്തരത്തിലുള്ള നടപടികളുടെ ഭാഗമായാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യയിൽ ആക്രമണം നടത്തിയ 20ഓളം പാകിസ്ഥാൻ ഭീകരന്മാരെ പാകിസ്ഥാനിൽ പോയി കൊലപ്പെടുത്തുവാൻ ഇന്ത്യൻ സർക്കാർ നിർദ്ദേശം നൽകി എന്ന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ബ്രിട്ടനിലെ ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തത്. അതായത് കാര്യങ്ങൾ വ്യക്തമാണ്. ഏതൊക്കെ രാജ്യങ്ങൾ എതിരെ നിന്നാലും, അതിന് ലോക ശക്തികളായിരുന്നാലും, ഭാരതത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ട് സ്വത്തുവകകളും മറ്റുമായി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ എവിടെയെങ്കിലും സുഖമായി ജീവിക്കാമെന്നോ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാമെന്നോ ആരെങ്കിലും വിചാരിച്ചാൽ അത്തരത്തിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറ്റിവെക്കുന്നതായിരിക്കും നല്ലത് എന്ന് തന്നെയാണ് NIAയും ഇന്ത്യൻ സർക്കാരും വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.